അതേ കൂട്ടുകാരെ, നിങ്ങളെ ഞാൻ ഒമാനിലുള്ള കുറേ കടൽ തീരങ്ങൾ കാണിച്ചു തന്നിട്ടില്ലേ? അതേപോലെ ഇവിടെ നിറയെ മലകളുണ്ട് കേട്ടോ. ഒമാനിൽ ഒരുപാട് മലകളുണ്ട്. അങ്ങനെ ഈ മലയുടെ അടിവാരത്തിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴേ അവിടെ കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ നിന്നപ്പോൾ കാണാം ആ കല്ലുകൾ ഇട്ടേക്കുന്നുണ്ടോ. അപ്പോൾ തിര വന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ വലിയ കല്ലുകൾ കൊണ്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പൂച്ചക്കുട്ടി അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. അവനെ അവിടെ കിടന്ന് വെയിൽ കായുകയായിരുന്നെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വയ്യ. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഇവിടെ ഇങ്ങനെ ഈ കെട്ടിൻ്റെ ഇവിടെ നിന്നപ്പോൾ പോലീസ് പറഞ്ഞായിരുന്നു അവിടെ അങ്ങനെ നിൽക്കരുത്, ഇച്ചിരി മാറി നിൽക്കണമെന്ന്. അപ്പോൾ ഈ കെട്ടും കഴിഞ്ഞ് താഴെ ഇറങ്ങിയിട്ട് ആ കല്ല് കിടക്കുന്ന ഭാഗം കണ്ടോ, അവിടെ വന്നിട്ട് ആളുകളൊക്കെ മീൻ പിടിക്കാറുണ്ട്. അത് ഇച്ചിരി അപകട മേഖലയാണ്. എന്താണെന്ന് വെച്ചാൽ കല്ലിലൊക്കെ തെന്നി വീണ് കഴിഞ്ഞാൽ ഭയങ്കര അപകടം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. ഓരോ ജീവനും വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് അടുത്ത മലകളുടെ ഇടയിൽ കണ്ടോ മരക്കൂട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം നമുക്കൊരു ചെറിയൊരു ഗുഹ പോലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അന്നേരം ഞാൻ ആ മരക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ കണ്ടാൽ എനിക്ക് ഭയങ്കര എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, ഭയങ്കര ഫീലിങ്സാണ്. അപ്പോൾ അവിടുന്ന് നേരെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കണ്ടോ ഇവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട്. അപ്പോൾ ആളുകൾ ബ്രെഡൊക്കെ മേടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കും. വലിയ മീനുകൾ അവിടെയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മീനെയൊക്കെ അവിടെ നിന്ന് കണ്ട് ആസ്വദിച്ച് അവിടെ ഇരിക്കാനൊക്കെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു.